ഹായ്, ഞാൻ സുശീൽ കുമാർ. ഫ്ലോറിംഗ് ഷോപ്പുകൾ പരിചയപ്പെടുത്തുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനത് സാൻ മാർക്കോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് എന്ന ഷോപ്പിലാണ്. ഈ ഷോപ്പിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഈ ഷോപ്പിൽ ഒരുപാട് പുതിയ മാർബിളിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും പല ഡിസൈൻസിലും പല സൈസിലും പല പ്രൈസ് റേഞ്ചില്ല നല്ല പ്രീമിയം ക്വാളിറ്റി മാർബിളിന്റെ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാർബിളിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടും. പിന്നെ ഒരുപാട് ഓഫറുകളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ നേരിട്ട് കാര്യത്തിലോട്ട് വരാം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ബഹു ഉഷാറല്ലേ? കേട്ടാ മതി. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഏതെല്ലാം മാർബിൾ കാണിക്കുന്നത്, എല്ലാ മാർബിളും കാണിക്കട്ടെ. അത് അങ്ങനെ ആക്കിയാലോ? നമ്മൾ പൊതുവായിട്ട് വണ്ടർ കട്ടിനി വൈറ്റ് മാത്രം ഇങ്ങനെ മാത്രം നല്ല റേറ്റുള്ള നല്ല മാർബിൾ മാത്രം നമ്മൾ കാണിക്കാറുള്ളൂ. നമുക്ക് കുറച്ച് മാർബിളിനാണ്ട് ഓഫർ കൊടുക്കാം. ഈ വീഡിയോ കുറച്ച് ഓഫർ കൊടുക്കാം. ഓക്കെ, പ്രീമിയം ക്വാളിറ്റി മാർബിൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അത് നല്ലൊരു ഓഫറിൽ എല്ലാ മാർബിളും കാണിക്കാം. ഓക്കെ, അങ്ങനെ ആക്കിയാലോ? അങ്ങനെ ഓക്കെ, തുടങ്ങല്ലേ? തുടങ്ങാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ്, നല്ലൊരു ഓഫറിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മാർബിൾ മാർബിൾ നമ്മൾ ഇവിടെ തുടങ്ങലാവോ? ഈ ഒരു വൈറ്റ് മോർവാഡ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് നമുക്കൊരു 1200 സ്ക്വയർ ഫീറ്റ്. 1200 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, സൈസ് ഏകദേശം എത്ര ഉണ്ടാവോ? ഇത് സൈസ് ഇപ്പൊ ഒരു 8 4 3.5 ഒരു 7 3.5 അല്ലേ? 3.5 സൈസ് ഉണ്ട്. അതായത് 7 അടി നീളം 3.5 അടി വീതി ഉണ്ട്. റേറ്റ് പറയാവോ? റേറ്റ് ഇപ്പൊ നമുക്ക് ഇത് അബോവ് 100 ആണ്. ശരിക്കും കണ്ടോട്ടോ, 100 അബോവ് 100, അതായത് 115-120 രൂപ വിലയുള്ള സാധനമാണ്. നമുക്ക് 99 കൊടുക്കാം. 99 രൂപക്ക് ഓഫർ. മോർവാഡ് 98 പ്രീമിയം ക്വാളിറ്റി മോർവാഡ് 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി അടുത്തത് 98. ഇനി അടുത്തത് ഓഫറാണ്. ഇന്ന് ഓഫറിന്റെ കളിയാണ് ഫുൾ ആയിട്ട്. ഓക്കെ, ഇതെല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന വിലയിലുള്ള ഓഫർ. ഓക്കെ, ഇവിടുത്തെ പൊതുവെ 170-200 ആ റേഞ്ചിലുള്ള മാർബിളിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ നല്ല റേറ്റ് കുറഞ്ഞുള്ള പ്രീമിയം ക്വാളിറ്റി മാർബിളിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. പിന്നെ നിങ്ങളെ ആർക്കൊക്കെ നിങ്ങളിപ്പോ വീഡിയോ കാണുന്ന നിങ്ങളെ ബന്ധുക്കാർക്ക് കാര്യങ്ങളൊക്കെ വീടിന്റെ വർക്കും ഫ്ലോറിംഗ് വർക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അവർക്ക് നല്ലോണം ഉപകാരപ്പെടട്ടെ. ഇത് ഒരു പ്ലെയിൻ വൈറ്റ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 1350-1400 താഴെ. 1400 സ്ക്വയർ ഫീറ്റ് താഴെ ഉണ്ട്. ഏകദേശം 1300-350 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഓക്കെ, സൈസ് ഒരു 6.4 അല്ലേ? 6.4 സൈസ് ഉണ്ടാവും. 6 അടി നീളം 4 അടി വീതി ഉണ്ടാവും. റേറ്റ് നമുക്കൊരു കൊടുക്കാം. 110 താഴെ 105 വരെയൊക്കെ നമുക്ക് ചെയ്യാം. 105 രൂപക്ക്. ഇത് മോർച്ചാന്റെ നെസറിനാണ്. ഓക്കെ, ഏകദേശം 10 അടി നീളം ഉണ്ടാവും. 9 അടി നീളം ഉണ്ടാവും അല്ലേ? 9 അടി 10 നീളം ഉണ്ടാവും. ഒരു 3.5 അടി വീതി ഉണ്ടാവും. ഓക്കെ, ഇത് നമുക്കൊരു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റ്. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എത്ര റേറ്റ്? ഇതൊരു 115 രൂപ. സ്ട്രൈറ്റ് ലൈൻ കേട്ടോ. ലൈൻസും ഞങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈൻസും ഞങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഞാൻ അടുത്ത് എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ്. ഗോൾഡ് മോർച്ചാന നല്ലൊരു ഗോൾഡ് മോർച്ചാന കേട്ടോ. നോക്കിയേ, നല്ലൊരു ഗോൾഡ് മോർച്ചാന. ശരിക്കും നോക്കിയേ, എന്താ ഒരു ഭംഗി കാണാന്. ഇത് സ്ക്വയർ ഫീറ്റ് കുറവാണല്ലോ. റിസൾട്ട് നോക്കി, സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ്. കണ്ണാടി പോലെ മിന്നുന്നുണ്ട്, കണ്ടില്ലേ? 1050 പോളിഷ് കിട്ടും ഈ ഗോൾഡ് മോർച്ചാനൊക്കെ. നല്ല പോളിഷിംഗ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മാർബിൾ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യിപ്പിക്കണം കേട്ടോ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ നല്ല വിലയുടെ മാർബിളൊക്കെ എടുത്താൽ പ്രീമിയം ക്വാളിറ്റി മാർബിളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടായിട്ട് ലോക്കൽ പണിന്ന് ചെയ്യിപ്പിക്കരുത്. നല്ല രീതിയിൽ ചെയ്യിപ്പിക്കണം. നമ്മൾ വീടിന്റെ ഫ്ലോറിംഗ് ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ, പെയിന്റ് ഒക്കെ നമുക്ക് പ്രാവശ്യം എന്താണ് ലോക്കൽ പെയിന്റ്, അതായത് പെയിന്റ് അടിച്ചുമ്പോൾ കുറച്ച് പാളിച്ചൊക്കെ വന്നാൽ എന്താണ് നമുക്ക് വീണ്ടും മാറ്റിയടിക്കാൻ പറ്റും. പക്ഷെ ഫ്ലോറിംഗ് പൊളിച്ച് മാറ്റുന്ന പറഞ്ഞാൽ ടാസ്ക് ആണ്, നിങ്ങൾക്കറിയാം, റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ മാർബിൾ വാങ്ങുമ്പോഴും പ്രീമിയം മാർബിൾ വാങ്ങുക, ഫിറ്റ് ചെയ്യുമ്പോഴും പ്രീമിയം ലെവലിൽ മാർബിൾ ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു ഗോൾഡ് മോർച്ചാണ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇതൊരു 1050 സ്ക്വയർ ഫീറ്റ്. എന്ത് റേറ്റ് പോകുമോ? ഇത് നമുക്കൊരു 95 ഒരു 85 വേണ്ട 80
80 രൂപക്ക് ഓഫർ ഓഫർ 80 രൂപക്കാണ് കൊടുക്കുക. 80 രൂപ കൊടുക്കും. കൊണ്ടുപോയി വിരിച്ചോളൂ. ഓക്കെ, പ്രീമിയം ക്വാളിറ്റി ആണ്. 80 രൂപ ഗോൾഡ് മോച്ചാണ്. ഇനി അടുത്തേ പിന്നെ ഒരു അരുണ വൈറ്റ് കണ്ടോളൂ. സ്ട്രൈറ്റ് ലൈൻ കണ്ടില്ലേ? അടിപൊളി സാധനമാണ്. കണ്ടോളൂ. ആ ബ്ലോക്ക് ശരിക്കും ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ ബ്ലോക്ക് ശരിക്കും കണ്ടോളൂ കേട്ടോ. സൈസ് ഒരു 6.5 4 ഉണ്ടാവും. 6 അടി നീളം 4 അടി വീതി ഉണ്ടാവും. എന്ത് റേറ്റ് ആവുമോ? ഇതൊരു 115 രൂപയ്ക്ക് 115 125 കൊടുത്ത മുതലാണല്ലേ? 115 കൊടുക്കാം. 115 കൊടുക്കാം ലാസ്റ്റ്. ഓക്കെ, ഇതിന് അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഇതൊരു 1500 ആവറേജ് 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് 2000 സ്ക്വയർ ഫീറ്റിന്റെ മോർവേഡ്. 2000 സ്ക്വയർ ഫീറ്റിന്റെ മോർവാർഡ്. ഓക്കെ, 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് മോർവാർഡ്. കണ്ടോട്ടോ, നല്ല സൈസുള്ള ബ്ലോക്ക് ആണ്. കണ്ടില്ലേ? അല്ല, ഇതെന്താ ഡിസൈൻ നോക്കിയേ? ഡിസൈൻ കറക്റ്റ് സറ്റ്വാരിയ ഡിസൈൻ ആട്ടോ. സത്വാരിയ നമ്മളെ കണ്ടില്ലേ? ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ സറ്റ്വാരിയ. കണ്ടില്ലേ ആ ഡിസൈൻ നോക്കിയേ? നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്. വീടിന്റെ ഫ്ലോറിലൊക്കെ കടന്നാല് വേറെ ലെവലായിരിക്കും കാണാൻ ഭംഗിയൊക്കെ. ഇത് നല്ല പോളിഷിങ് കിട്ടും കേട്ടോ. ഓക്കെ, എവിടെ ഞാൻ ഇതിന്റെ റേറ്റിംഗ് ആൾക്ക് ചോദിക്കാൻ പോകുന്നത്. റൊട്ടേഷൻ അടിച്ചാൽ ഇതിന് നമുക്ക് ഫുള്ളോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. മീൻസ് ഒരു എത്ര സ്ക്വയർ ഫീറ്റ് ഇത്? 2000 സ്ക്വയർ ഫീറ്റ്. 1950 2000 2000 ഉണ്ടാവും. നമുക്ക് ഫുള്ളോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 125ന്റെ 125 ആ റേഞ്ചിൽ ചെയ്തെടുക്കാം. 125 രൂപ. ഓക്കെ, മോർവാർഡ് ഡിസൈൻ ആണ്. ഇനി ഇതിന്റെ കൂടാതെ നിങ്ങൾക്ക് പിന്നെ തികയാത്ത അഫ്സറിന്റെ മേലൊക്കെ ടൈല് വേണമെങ്കിൽ സെയിം കളറിൽ സെയിം ഡിസൈനിൽ ടൈല് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ഓഫർ. അതാണ് ഈ ഒരു വീഡിയോ. വാനിലേക്കോ ഈ അടുത്താണ് മാർബിൾ ഇതല്ല ഇഷ്ടം പോലെ കേട്ടോ. വണ്ടർക്കട്ടിനൊക്കെ അവിടെ ചാകരാണ്. വണ്ടർക്കട്ടിയുടെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, വണ്ടർക്കട്ടിയുടെ ഇനിയും വീഡിയോ വരും. ഇവിടെ അധികവും വണ്ടർക്കട്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്യാറ്. കാരണം അത്രയും വണ്ടർക്കട്ടിനൊക്കെ ഇവിടെ എൻക്വയറി ഉണ്ട്. ഓക്കെ, ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു വൈറ്റ് മാർബിൾ സ്പോട്ട് വണ്ണി വൈറ്റ്. ഓക്കെ, ഈ ഇതിനെ മെയിൻ പോലെ നല്ല ഗ്ലോസി കേട്ടോ. നല്ല മിറർ പോളിഷ് കിട്ടും. നല്ല ഗ്ലോസി ആണ്. നമ്മളെ സാധാ ലോക്കൽ സ്പോട്ട് അല്ല, വണ്ണി വൈറ്റ് ആണ്. ഇത് നമുക്ക് ഒരു 105 100 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 100 രൂപ റേഞ്ചിൽ കൊടുക്കാം. നല്ല വൈറ്റ്, നല്ല വൈറ്റ് എത്ര? 98. നല്ല വൈറ്റ് ഉണ്ടല്ലോ. പ്രീമിയം ബ്ലോക്ക് ആണ്. കണ്ടില്ലേ? മാർബിൾ മാത്രല്ല, ആ ഒരു ബ്ലോക്കും കൂടെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. മാർബിൾ പ്രീമിയത്തിന് പുറമെ ആ ബ്ലോക്ക് കൂടെ കണ്ടോളൂ. കണ്ടില്ലേ? പക്കാ ലെവല് കട്ടിങ് ബ്ലോക്ക് ആണ് എല്ലാം. കണ്ടില്ലേ? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അത്? അതൊരു 1500 സ്ക്വയർ ഫീറ്റ്. 1600 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. സൈസ് ഏകദേശം ഒരു 9 അടി നീളവും ഒരു 4.25 വീതി ഉണ്ടാവും അല്ലേ? സൈസ് ഉണ്ടാവും. ഓക്കെ, അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്. അടുത്ത് ഇത് കണ്ടാല് നമുക്ക് രണ്ടും സെയിം ആണെന്ന് തോന്നും. ഏകദേശം അല്ലേ? ഏകദേശം ഒരേ കോറിയാന്ന് ഫീൽ ചെയ്യാം. ഇത് രണ്ടും ഒരു മാർബിൾ അല്ല. കസ്റ്റമർ സാധാരണ വിചാരിക്കൽ എന്താ, ഇതൊരു സൈറ്റ് ഒരു കടയിൽ കാണും, എവിടെ കണ്ടോട്ടെ, ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും എവിടെ കണ്ടാലും ഒരു കടയിൽ വില കുറഞ്ഞാല് താരതമ്യം ചെയ്യും. രണ്ടും രണ്ടാ. കണ്ടാൽ നമുക്ക് സെയിം ഡിസൈനൊക്കെ നമുക്ക് സെയിം ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ അറിയുന്നവർക്ക് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും ഇതിന്. ഇത് അഗ്രിയാണ്, ഒറിജിനൽ അഗ്രിയ. അത് വണ്ണിയാണ്. രണ്ടും മാറ്റുണ്ട്. രണ്ടും കോറിയാണ്. രണ്ടും റേറ്റ് ആണ്. ഇതിന് 125 വില വരും. ഇതിന് ബേസ് മാറ്റം ഉണ്ടാവും. ബേസിൽ ഭയങ്കര ബ്രൈറ്റ്നസ് ഉള്ള വൈറ്റ് ആയിക്കാരം. മറ്റേല് ഒരു ഗ്രേ കലർന്നൊരു വൈറ്റ് ആയിരിക്കും. അതില് ചെറിയൊരു നല്ലോണം കിട്ടും അതും. പക്ഷെ ചില ആൾക്കാർക്ക് അതേക്കാരം വേണ്ടി വരും. ഇത്ര ബ്രൈറ്റ്നസ് വേണ്ടിയല്ല. അങ്ങനത്തെ അത് ഓക്കെയാണ്. ഇത് 125 പറഞ്ഞു. മറ്റേ 115. സോറി 98 മാറിപ്പോയി. 98 അത്രയ്ക്ക് ഡിഫറൻസ് വരും. മാർബിൾ മേലെ ഒരേ കാണാൻ ഒന്നേക്കാരം, പക്ഷെ ഡിഫറൻസ് ഉണ്ടാവും. വില തീരുമാനിക്കുന്ന ഒരേ ഒരു കാര്യമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസാണ്. വലുപ്പം ഹൈറ്റും ഇതൊക്കെ എന്ന് പറഞ്ഞാല് സാധാരണ ഹൈറ്റുള്ള മാർബിൾ എന്നൊക്കെ പറഞ്ഞാല് അവിടെ വില മാറ്റം ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ബേസിൽ മാറ്റണമെങ്കിൽ നല്ല റേറ്റിൽ മാറ്റം ഉണ്ടാവും. പിന്നെ വോളിയം കൂടണം. ഇത് 2200 സ്ക്വയർ ഫീറ്റ്. പിന്നെ അടുത്തത് വിൻസർ ഗ്രേന്റെ ഇറ്റാലിയൻ മോഡൽ. വിൻസർ ഗ്രേ എന്ന് പറഞ്ഞ ഇറ്റാലിയന്റെ ആ ഡിസൈൻ വരിക. ശരിക്കും കണ്ടോളൂ. ഞാൻ ബ്ലോക്ക് ശരിക്കും കാണിച്ചു തരാം. കണ്ടില്ലേ? ഓക്കെ,
ഇതൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഇതൊക്കെ ഒരു 2000 മേലെ ഉണ്ടാവും. ഇത് ഇനിയിപ്പോ എത്ര ആണെങ്കിലും ഉണ്ട്. 4000 ആണ്, സാധനം ഉണ്ടല്ലേ? 5000 സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. ഇതൊക്കെ അവൈലബിൾ ആണ്. വലിയ ലോട്ടാണ്. വലിയ ലോട്ടിൽ എന്താണ് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സെയിം സാധനങ്ങൾ. ഇതാണെങ്കിൽ നമുക്ക് ഒരു 150 ആവറേജ് വില വരുന്നതാണ്. 140 150 താഴെ നമുക്ക് മാക്സിമം നോക്കിയിട്ട് 140 സ്ക്വയർ ഫീറ്റ് വേണം, അത് നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്യാം, ചെയ്ത് കൊടുക്കും. കൊടുക്കും. അങ്ങനെയാണ് വേണ്ടത്. ഇനിയിപ്പടുത്താണ് പിന്നെ ഇങ്ങോട്ടോ. പിന്നെ നമ്മള് ഇവിടെ ഒരു ഐറ്റം ഉണ്ട്. ഇവിടെ വൈറ്റ്, നല്ല വൈറ്റ് ആണല്ലോ പോവോ. ഇത് വൈറ്റ്, ഇതിന്റെ പൈസ എന്താ ഒരു ഗ്ലേസിങ്. ഇത് നല്ല വൈറ്റ് ആണ്, നല്ല വൈറ്റ് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അത് അറിയുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ നല്ല വൈറ്റ്നെസ് ഉണ്ട്, നല്ല ഗ്രേസിംഗ് ഉണ്ട്. ഇതൊക്കെ പ്ലെയിൻ എന്നായിട്ട് പറയാം, സ്മോക്കി ടൈപ്പാ. ഇതിന്റെ സെയിം ടൈൽ കിട്ടും. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ടൈലൊക്കെ സെയിം ചെയ്യാം. സ്ക്വയർ ഫീറ്റ് പോകുന്നത് ഇതൊക്കെ ഒരു 2000 മേലെ. ഇതൊക്കെ പുതിയ വന്ന ലോട്ടാട്ടോ, ലാസ്റ്റ് വന്ന ലോട്ട്. ബ്ലോക്ക് കാണുമ്പോൾ എടുത്തു പോകും, കാരണം അത്രയൊരു നിങ്ങൾ ഈ ബ്ലോക്കിന്റെ ഒരു വൃത്തി നോക്കിയാണ് ബ്ലോക്ക് കാണുന്നത്. വൃത്തി നോക്കി ഇവിടെ നമ്മളെല്ലാ ബ്ലോക്കും നല്ല വൃത്തിയുള്ള ബ്ലോക്ക് പറഞ്ഞത്. മാർബിൾ മാത്രമല്ല പ്രീമിയം, ബ്ലോക്ക് തന്നെ അതിന്റെ ആ ഒരു പ്രീമിയം ലെവൽ ഫീൽ ചെയ്യുന്നതിന് ആ ഒരു കട്ടിങ് നോക്കി. കട്ടിങ് ഉള്ള മാർബിൾ അതല്ല, ഒരു അടിച്ചു പോലും പോയിട്ടുണ്ടാവില്ല, അത്രയും ഫിനിഷിംഗ് ഉള്ള മാർബിളാണ്. റേറ്റ് എടുക്കാവോ? ഇത് നമുക്ക് ചെയ്യാം, 150 താഴെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 150 താഴെ ചെയ്യാം. ഇതൊക്കെ ഒരു 3D ഡിസൈൻ. ഇതാ 3D ഡിസൈനാ. ഏണ്ട് നല്ല നല്ല പോളിഷിംഗ് ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ് സാധനം, നല്ല പോളിഷിംഗ് ഉണ്ടല്ലോ. 3D ഡിസൈൻ ഉണ്ടാവാ. 3D ഡിസൈന് ഓക്കെ. സാധനം ആവോ? ഇത് നമ്മൾ റോയൽ ബ്രൗൺ പറഞ്ഞ റോയൽ ബ്രൗൺ ഇല്ലേ? ഓക്കെ. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് 2300 ആവറേജ് 2200 ഉണ്ടാവും. റേറ്റ് പറയണം പെട്ടെന്ന്. ഇത് 115 രൂപ ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാം. 115 രൂപക്ക് നമുക്ക് 15 ആ റേഞ്ചിൽ ചെയ്യാം. അതിന്റെ ഒരു വേറൊരു ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ ചെറിയൊരു ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ്. ഇത് അതൊരു ചോക്ലേറ്റ് ടൈപ്പ് അല്ലേ? ഞാൻ കാണിച്ചു കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. വെള്ളം ചെയ്യാൻ അതെന്താ പറയാ, പോളിഷ് ചെയ്ത വാ. പിന്നെതാ ആ വൈറ്റ് സത്വാര ഡിസൈൻ വൈറ്റ് സാധനം കാണിച്ചാലാ. ഇതൊക്കെ ഇതിന് വൈറ്റ്നെസ് നല്ല വൈറ്റ് ഉണ്ട്. ശരിക്കും കണ്ടോട്ടോ, കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുമോ? എത്ര സ്ക്വയർ ഫീറ്റ്? ഇത് 1800 സ്ക്വയർ ഫീറ്റ് അല്ലേ? 1800 സ്ക്വയർ ഫീറ്റ് റേറ്റ് ആവുമോ? അത് 145 ചെയ്യാം ലാസ്റ്റ് കേട്ടോ. 145 അത് അടിപൊളി സാധനമാണ്. ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് റേറ്റ് ആണ് 140. ഓക്കെ, ഇനി അടുത്ത പോവോ? ഒരു മിനിറ്റ്. ഇതില്ലേ? ഓക്കെ, നമ്മൾ അവിടെ കാണിച്ചില്ലേ? ഈ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഒരു ലൈറ്റ് വെർഷൻ അല്ല പോവോ? അതിന്റെ ഒരു ലൈറ്റ് വെർഷൻ. ഒരു ഡിസൈനിങ് നമുക്ക് പക്കേക്കാരം. ഇവിടെ ഒരു ഹാർട്ട് ഡിസൈൻ അല്ലേ? ഡിസൈൻ നല്ല ഡിസൈന് കണ്ടില്ലേ? ശരിക്കും കണ്ടില്ലേ? ആ ബ്ലോക്ക് ഒരുപാട് ശരിക്കും കണ്ടോ കേട്ടോ, കണ്ടില്ലേ? നല്ല സൈസ് നല്ല സൈസ് ഉണ്ട്. ഡാഷ് 9 അടി നീളം, ഒരു 5 അടി വീതി വരുന്നുണ്ട്. ഇത് ഏകദേശം 5 അടിന്റെ അടുത്ത്. 5 അടിയോ? 5 അടിന്റെ അടുത്ത് വീതി 5 അടി. പിന്നെ നമുക്ക് നീളം ഒരു 8 9 തന്നെ അല്ലേ? 8 നീളം വരുന്നുണ്ട്. റേറ്റ് ആവോ? ഇനി റേറ്റ് ആണ് അറിയണ്ടേ? റേറ്റ് അത് ഒരു 110 രൂപ കൊടുക്കാം. 110 രൂപ കിട്ടും. 110 രൂപയാണ്. 110. ഇത് അടുത്ത് ഇതൊരു വണ്ടർ കണ്ണിയാണ്. ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ? ഇനി കുറച്ച് വണ്ടർ കണ്ണി കാണിക്കല്ലേ? ഇടയിലൊന്ന് വണ്ടർ കണ്ണി. ഓക്കെ, ഇത് നോക്കിയാ വണ്ടർ കണ്ണി കണ്ടോട്ടോ. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? കോമൺ ആയിട്ട് കുറെ ഇത് ഒരു 1.5 വണ്ടർ കണ്ണിയാണ് കേട്ടോ. നമ്മള് ഈ വണ്ടർ കണ്ണി നമ്മൾ കൂടുതലായിട്ട് കാണിക്കാറ്, പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് കാണിച്ചില്ലല്ലോ. കാണിച്ചില്ല. ഇത് കുറച്ച് അതിൽ കാണിക്കാത്ത ഒരുപാട് വണ്ടർ കണ്ണി ഉണ്ട്. കാണിക്കാത്ത കുറെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും കണ്ടോട്ടോ. ശരിക്കും കാണാൻ പറ്റുന്ന അറിയില്ല, പിടിക്കാൻ ഒരാളെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വണ്ടർക്കണ്ണി വേണമെങ്കിലൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവര് ഒരുപാട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് ഹായ് ഇട്ടാണ്ട് വണ്ടർക്കണ്ണി മാർബിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മതി. ഇവര് അങ്ങനെ അയച്ചു ഇഷ്ടം പോലെ. ഓക്കെ, ഗോൾഡ് മാർച്ച് ആണോ? അതിന്റെ ഗ്ലേസിംഗ്. ഓക്കെ,
കാണുന്ന പോലല്ല കേട്ടോ, ഇത് കാണുന്ന പോലല്ല, അത് തൊടുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തോ ഒരു ഗ്ലേസിങ്. ഇത് ഗ്ലേസിംഗ് എന്ന് പറഞ്ഞ ഒഴുകി പോകും കൈയൊക്കെ അങ്ങോട്ട്. ഇത് കാണുന്ന പോലല്ല, അടിപൊളി പോളിഷ് പറഞ്ഞാൽ അടിപൊളി പോളിഷ്. സംഭവം വേറെ ലെവല്. ഡാർക്ക് ഡാർക്കും ലൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളർ. ചില ആൾക്കാർക്ക് ഡാർക്കിനോട് ആ സൈസ് ഒക്കെ കണ്ടോളൂ, ബ്ലോക്ക് കണ്ടോളൂ. അതൊന്ന് റേറ്റ് എടുക്കാവൂ? അതൊക്കെ നമുക്കൊരു 90-ന്റെ താഴെയായിട്ട് നമുക്ക് കൊടുക്കാം. ഓഫർ സ്ക്വയർ ഫീറ്റ് ഉണ്ട്? അതൊരു 1500 എടുക്കും, 1500 ഉണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. സ്ട്രൈറ്റ് ലൈൻ, ഇതെന്താ സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ കണ്ടോട്ടോ, കണ്ടോളൂ കണ്ടോളൂ. പക്കടോ ये मुश्किल है, छोड़ो. അതെ സൈഡിൽ നിന്ന് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ് കാണാൻ കഴിഞ്ഞ ഡിസൈന് കണ്ടില്ലേ? അടിപൊളി. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 4000 ലൈൻസ് കിട്ടോ? 4000 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് എടുക്കുന്നുണ്ടാവും. ഇതിന് ബ്രൈറ്റ്നസ് നല്ല മതി. സ്ട്രൈറ്റ് ലൈൻ തന്നെ നല്ല കാണാൻ അടിപൊളി ഭംഗി കിട്ടോ. സ്ട്രൈറ്റ് ലൈൻ ആണ്, നല്ല ഡിസൈൻ ആണ്, വൈറ്റ്നസ് കൂടുതലാണ്. സ്ക്വയർ ഫീറ്റ് 3000 സംതിങ് ഉണ്ടാവില്ലോ. 4500 സ്ക്വയർ ഫീറ്റ് ഇല്ലേ? ഓ 4500 സ്ക്വയർ ഫീറ്റ്. റേറ്റ് അറിയാവോ? റേറ്റ് അറിയണ്ടേ? കൊടുക്കാം. 120 ആവറേജ്. 120 കൊടുക്കും. സൈസ് ഞാൻ പറയാം, 8 അടി 8.5 ഉണ്ടാവും. 120 ഫൈനൽ റേറ്റ് ആട്ടോ. 120 ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് റേറ്റ് ആണ് 120. പിന്നെ സൈസ് 8 അടി നീളം 5 അടി വീതി ഉണ്ടാവും. സോറി അപ്പൊ റേറ്റിന്റെ വേരിയേഷൻ ഉണ്ട്. എത്രയാണ് ഇത്? 135 ആണ്. 130 കൊടുക്കാം. പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മാറിയല്ലേ. 120 എന്നുള്ള മാറിയതാണ്. 130 നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉടനടി പറയും. അല്ലാതെ വീഡിയോയിൽ കട്ട് ചെയ്ത് അങ്ങനെ ഏർപ്പാടില്ല. പറയുമ്പോൾ തന്നെ എല്ലാം കൃത്യമായിട്ട് നമ്മളെല്ലാം പറയും. അത് ചെറിയ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും അപ്പൊ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, ഇപ്പൊ അടുത്ത് വേറൊരു വണ്ടർ കണ്ണി. ഇപ്പൊ അടുത്ത് ഇപ്പൊ അടുത്തേ വണ്ടർ കണ്ണി കണ്ടോട്ടോ ശരിക്കും കണ്ടോട്ടോ. കണക്കായിരുന്നുണ്ടോ? കണ്ടില്ലേ? വണ്ടർ കണ്ണി അടിപൊളി വണ്ടർ കണ്ണി. പോളിഷിംഗ് ഒക്കെ ഒഴുകി പോണ പോളിഷിങ്. നല്ല ഗ്ലേസിങ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്. പോളിഷ് കിട്ടും. പിന്നെ വണ്ടർക്കണ്ണിയുടെ കാര്യം പറയണ്ട, അതൊക്കെ ടൈപ്പ് ആണ്. എല്ലാ ജനങ്ങൾക്കും ഇല്ല ഈ പോളിഷിന്റെ കാര്യമൊക്കെ. ഏത് മാർബിളാണ് നല്ല പോളിഷ് കിട്ടാന്നൊക്കെ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. ഇനി അടുത്തേ വൈറ്റ് ജെ.കെ. മോർച്ചാന കണ്ടോട്ടോ. നല്ല സൈസ് ഉണ്ട്. ബ്ലോക്ക് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഉണ്ടല്ലേ? സ്ക്വയർ ഫീറ്റ് കുറവാണ്. 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള ജെ.കെ. മോർച്ചാന കണ്ടോട്ടോ. എന്ത് റേറ്റിന്? നല്ല വൈറ്റ് കിട്ടോ. 155 155 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. നോക്കാം. ഓക്കെ, കണ്ടേ. അടുത്തേ കാണിച്ചാലും മാർബിൾ ഉണ്ട്. ഇത് നോക്കി, ഇതൊരു വെറൈറ്റി. ഇത് കാണിച്ചിട്ടേ അടുത്ത ക്യാമറ കൊണ്ടുപോകാൻ പ്ലാനിങ് ആയിരുന്നു. ഇതൊരു 1.5 ജാക്കൻ കേട്ടോ. ജെ.കെ. മോർച്ചാണ്. ഇത് ഡിസൈൻ നോക്കിയേ, ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്ന ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ്. അതൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. നല്ല ഭംഗി വരുന്ന ആ ഒരു ഡിസൈനാണ്. ആ ഡിസൈൻ നോക്കിയേ, കറക്റ്റ് ഡയമണ്ടും അല്ല ലൈൻസും അല്ലാതെ ഉള്ളൊരു ഡിസൈനാണ്. കാണാൻ കഴിയുന്നില്ലേ? പ്രീമിയം ബ്ലോക്ക് ആണ് ഇതൊക്കെ. ബൗണ്ട് റേറ്റ് എടുക്കാം. ഇതൊക്കെ ഇതിന് കുറച്ച് ഇത്തിരി കൂടിയ ഡിസൈൻ ആണ്. വന്നാണ് നമ്മൾ 175 എബോ ആയിരുന്നു. 175 റേറ്റ് ചെയ്യാൻ വെച്ചാണ്. നമുക്കൊരു 165 165 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഓക്കെ, ഇതൊരു 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 3000 ഉണ്ടാവും. ഓക്കെ, ഒരു 8 അടി നീളം, ഒരു 5 അടി വീതി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ അടുത്ത കാണാം നമുക്ക്. അടുത്ത പിന്നെ ഈ ഗോൾഡ് മോർച്ചാന
ഗോൾഡൻ മോർച്ചാന നല്ല സൈസ് ഉള്ള നല്ല ഡിസൈൻ ഉള്ള ഇത് ജാക്കയാണ് ഗോൾഡൻ അല്ലേ ജാക്കല്ലേ ജാക്കെ മോർച്ചാന ഓക്കെ കണ്ടോളൂ ആ ഒരു ഡിസൈനെ കണ്ടോളൂ റിസൾട്ട് പക്കേക്കാരം നല്ല പ്രീമിയം ബ്ലോക്ക് ആണ് നല്ല സൈസും ഉണ്ട് സൈസ് പറഞ്ഞാൽ ഹെവി സൈസ് ഉള്ള ഒരു ജാക്കെ മോർച്ചാനാണ് ആ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയേ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണിത് വിരിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയന്മാരുടെ ഒരു ഫീലൊക്കെ വരുന്ന ഒരു ജാക്കെ എന്ത് റേറ്റ് ഉണ്ടാവും പോകുന്നത് ഇത് ശരിക്കും വില വരുന്നത് 145 ആണ് 145 രൂപയാണ് അത് നമുക്കൊരു 125 നമുക്ക് കൊടുക്കാം 125 കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ജാക്കെ ഓക്കെ ജാക്കെ മോർച്ചാന സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും 2000 ഉണ്ടാവില്ലേ 2000 മേലെ ഉണ്ട് കേട്ടോ 2000 മേലെ ഉണ്ടാവും ഈ ഒരു ജാക്ക് ഓക്കെ ഇനിയിപ്പോ അടുത്ത പിന്നെ ഒരുപാടുണ്ട് കാണിക്കാറുണ്ട് ഇങ്ങനെ കാണിക്കാണ്ട് കാണിക്കാൻ ഇഷ്ടം പോലെ ഓക്കെ ഇഷ്ടം പോലെ കാണിക്കാണ്ട് ഇതിൽ നമ്മൾ വണ്ടർ കാണിച്ചിട്ടില്ല വണ്ടറാണ് ഈ ഒരു മാർബിൾ ഷോപ്പിൽ ഒരുപാട് സ്റ്റോക്ക് ഉള്ളത് ഒരുപാട് കണ്ടാലും തീരാത്ത അത്രയും വണ്ടർ കണ്ണിയുടെ സ്റ്റോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ ഇത് വണ്ടറാണ് അതൊരു പെൻസിൽ ലൈനിൽ വരുന്ന വണ്ടറല്ലേ ഇവിടില്ലേ മറച്ചാളാ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്താലോ സ്റ്റോപ്പ് ചെയ്യാ കൊറേ വേറെ വെറൈറ്റി വണ്ടർ വേണോ ലെങ്ത് ആയി അറിയാ ഇന്നായിക്കോട്ടെ നിർത്തി 22 മിനിറ്റ് ആയി വീഡിയോ നിർത്തിക്കോ എന്നാ പിന്നെ അടുത്ത തരാം ഈ ഒരു വീഡിയോ ഇവിടെ നമ്മള് സ്റ്റോപ്പ് ചെയ്യാം ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പൊ മാർബിൾ വേണ്ടവരൊക്കെ നിങ്ങൾക്ക് ഏത് മാർബിളാണ് വേണ്ടതെങ്കിലും ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ഹായ് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് വേണ്ട മാർബിൾ പറയാ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരിങ്ങനെ വാട്സപ്പിൽ അയച്ചുകൊണ്ടേയിരിക്കും ഓക്കെ പിന്നെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഒന്നും ഡീറ്റെയിൽസ് ഒന്നും വാട്സപ്പിൽ ചോദിക്കാത്ത നേരിട്ട് നിങ്ങൾക്ക് വേറെ താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ ഷോപ്പിന്റെ ലൊക്കേഷൻ പറയാം കാലിക്കറ്റ് എയർപോർട്ട് അടുത്താണ് മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് കൊണ്ടോട്ടിക്ക് അടുത്താണ് ഓക്കെ ദൂരത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ എന്തായാലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് വരിക അല്ലേ ലൊക്കേഷൻ റോഡ് സൈഡ് അല്ലേ ഓക്കെ ലൊക്കേഷൻ ഒക്കെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് മെയിൻ റോഡിന് അടുത്താണ് ഇങ്ങോട്ട് റോഡൊക്കെ അടിപൊളി റോഡാണ് ഒരു പൊളി അങ്ങനത്തെ അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നല്ല അടിപൊളി റോഡാണ് കാലിക്കറ്റ് എയർപോർട്ടിന് അടുത്താണ് അതുകൊണ്ട് തന്നെ നല്ല റോഡൊക്കെയാണ് ഓക്കെ അപ്പൊ ലൊക്കേഷൻ ഒക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക എന്നാ ശരി ബാബു ഓക്കെ താങ്ക് യു